നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിട്ടല്ലാതെ നമ്മൾ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവിടെ ഉണ്ടാവുക. ഏത് സദസ്സിൽ പങ്കെടുക്കുമ്പോഴും ഇതെനിക്ക് പരലോകത്ത് വല്ല ഗുണവും ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് വേണം നാം അത് സെലക്ട് ചെയ്യാൻ. ഏതെങ്കിലും സദസ്സിൽ നമ്മൾ പങ്കെടുത്താൽ അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ എല്ലാ പിഴവുകളും തെറ്റുകളും പൊറുക്കപ്പെടണം. ആ സദസ്സിൽ സംഭവിച്ച വല്ല അപാകതകളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം. അതിന് ഒരു മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബിആഖിറ ഇദാ അറാദ അൻ യഖൂമ മിനൽ മജ്ലിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ അതിൻ്റെ അവസാനം അവിടുന്ന് പറയാറുണ്ടായിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന പാപമോചനത്തിൻ്റെ വചനം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക ലതഖൂലു ഖൗലൻ മാ കുൻത തഖൂലുഹു ഫീമാ മളാ. അങ്ങ് മുമ്പൊന്നും പറയാത്ത ഒരു വാക്കാണല്ലോ ഇപ്പോൾ ഈ മജ്ലിസിൽ നിന്ന് പിരിയുമ്പോൾ പറഞ്ഞത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക കഫാറത്തുൽ ലിമാ യകൂനു ഫിൽ മജ്ലിസ്. ആ മജ്ലിസിൽ ഉണ്ടാകുന്ന സംഭവിച്ച വല്ല പിഴവുകൾക്കും സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രായച്ചിത്തമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് സംഭവിച്ചത് കൊണ്ടല്ല, അവിടുന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഒരു മജ്ലിസിൽ നിന്ന് പിരിയുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് വേണം നമ്മൾ പിരിയാൻ. ആ മജ്ലിസിൽ സംഭവിച്ച വല്ല പിഴവുകളുമുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനമാണ്. ദാലിക കഫാറത്തുൽ ലിമാ യകൂനു ഫിൽ മജ്ലിസ്. ആ മജ്ലിസിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള കഫാറത്താണത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.